ഞാനിപ്പോൾ നിൽക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ പല കാര്യങ്ങളും ഉന്നയിക്കുമ്പോൾ ലീഗും കോൺഗ്രസും അടങ്ങുന്ന UDF നേതൃത്വം തന്നെ പല വിമർശനങ്ങളും ഉന്നയിക്കുമ്പോഴും അവർ എന്തു ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം അവർ കഴിഞ്ഞ ദിവസമാണ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നത്. ലീഗ് പിരിച്ചെടുത്ത 40 കോടി രൂപ, ഇതിൽ 12 കോടിയിലധികം രൂപ തോട്ടം ഭൂമി വാങ്ങാൻ, അല്ലെങ്കിൽ ആ ഭൂമി നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്തയിലുണ്ട്. തൃക്കൈപ്പറ്റയിലെ ഏറ്റവും മോശമായ ഭൂമി, ആളുകളെ പുനരധിവസിപ്പിക്കാൻ പറ്റാത്ത ഭൂമിയാണ് 1.20 ലക്ഷത്തിന് 1.20 ലക്ഷം രൂപ കൊടുത്ത് സെന്റിന് വാങ്ങിയിരിക്കുന്നത്. അതും ലീഗ് നേതാക്കൾ തന്നെ അവരുടെ ഭൂമി ദുരിതബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട് സ്വന്തം കീശയിലാക്കുന്നതിന് വേണ്ടി സ്വന്തം ഭൂമി ഏറ്റവും വില കൂട്ടി വിൽക്കുകയും അത് ലീഗ് വാങ്ങിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ശാസ്ത്രീയമായി കൃത്രിമമായി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയ തട്ടിപ്പ് എന്ന് വേണം ലീഗിൻ്റെ ഈ തട്ടിപ്പിനെ വിശേഷിപ്പിക്കാൻ. നമ്മൾ കൃത്യമായും വില്ലേജ് ഓഫീസിൽ നിന്നും എടുത്ത രജിസ്റ്ററിൻ്റെ കണക്ക് വെച്ചാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ വിവര കണക്ക് പട്ടികയടക്കം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ലീഗ് നടത്തിയ ഈ ഒരു വലിയ വഞ്ചന, ദുരന്ത ബാധിതരോട് നടത്തിയ വഞ്ചനയ്ക്കെതിരെ സാധാരണക്കാരായ ജനങ്ങളിലടക്കം പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ CPIM നേതൃത്വത്തിൽ മുട്ടിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും ജനകീയ വിചാരണയും സംഘടിപ്പിച്ചത്. CPIM ഏരിയ സെക്രട്ടറി V. ഹാരിസ് ആണ് ഇന്നലെ നടന്ന ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് മേപ്പാടി പഞ്ചായത്തിലും ദുരന്തം നടന്നത് മേപ്പാടിയിലാണ്. മേപ്പാടി പഞ്ചായത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടക്കാൻ പോവുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് പ്രതിഷേധ പ്രകടനം. CPIM നേതൃത്വത്തിൽ തന്നെയാണ് ജനകീയ വിചാരണയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞുള്ള ഫണ്ട് തട്ടിപ്പിനെതിരെ ജനകീയ വിചാരണയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നത്. ഞാൻ എന്തായാലും മറ്റ് കാര്യങ്ങളിലേക്ക് വരാം. സർക്കാർ ദുരന്ത ബാധിതരെ അന്നു മുതൽ ഇന്ന് വരെ എങ്ങനെയാണോ നെഞ്ചോട് ചേർത്ത് കൂട്ടിപ്പിടിച്ചത്, ഇവർക്ക് ഇവിടെ ഈ ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം രൂപയടക്കം അവരുടെ ഭാവിയെ കരുതി കൊടുത്ത സർക്കാരാണ്. എന്തായാലും എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഈ മാതൃകാ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. പ്ലാസ്റ്ററിംഗ് അടക്കം നടത്തി വരുകയാണ്. ഈ വീട് നമുക്ക് കാണാം. വീടിൻ്റെ വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 400-ലധികം വീടുകൾ 7 സെൻറ്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് ഏറ്റവും അവസാന മിനുക്ക് പണിയിലേക്ക് കടക്കുകയാണ് മാതൃക വീട്. ആഗസ്റ്റിന് മുമ്പ് മിനുക്ക് പണികൾ അടക്കം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കുമായി വീട് പ്രദർശിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. സെൻട്രൽ ഹാളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. 7 സെൻറ്റ് 1000 ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിക്കുന്നത്. 2 കിടപ്പുമുറികൾ നമുക്ക് കാണാം. ഇവിടെ ഇപ്പോഴും അവസാന ഘട്ട മിനുക്ക് പണി, തറയുടെ പ്രവർത്തനം കൂടി നടക്കേണ്ടതുണ്ട്. 2 ബെഡ്റൂമുകളാണുള്ളത്. 2 ബെഡ്റൂമുകളിലേക്ക്, അതായത് സെൻട്രൽ ഹാളിൽ നിന്നും ആദ്യത്തെ ബെഡ്റൂമാണിത്. വളരെ മനോഹരമായ രീതിയിൽ ഒരു കുടുംബത്തിന് കഴിയാവുന്ന രീതിയിലുള്ള ബെഡ്റൂം ആണ് പൂർത്തിയായിരിക്കുന്നത്. പ്ലാസ്റ്ററിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവസാനവട്ട മിനുക്ക് പണി, അതായത് നിലത്തിൻ്റെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ള പണികൾ കൂടി ടൈൽ വിരിക്കേണ്ട സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത മുറികളൊക്കെ തന്നെ കാണാം. എന്തായാലും വീട് വളരെ ഭംഗിയായി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. സർക്കാർ ഏകദേശം ആഗസ്റ്റ് മാസത്തോടുകൂടി, ജൂലൈ മാസത്തോടുകൂടി മിനുക്ക് പണികൾ പൂർത്തിയാകുന്ന രീതിയിലേക്ക് തന്നെ വീട് ആയിക്കഴിഞ്ഞു. ഇത് അടുക്കളയാണ്. ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ തന്നെയാണ് അടുക്കളയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അല്പം വെളിച്ചത്തിൻ്റെ കുറവുണ്ടായിരിക്കും. ഇത് പുറത്തേക്ക് വരുന്ന വർക്ക് ഏരിയയാണിത്. വർക്ക് ഏരിയയും ഏറ്റവും വിശാലമായ രീതിയിൽ തന്നെ വർക്ക് ഏരിയയും ഉണ്ട്. 1000 ചതുരശ്ര സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മാണം നടക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി പഠനമുറിയാണിത്. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോഴത്തെ കാണുന്നത്. 5 സോണുകളിലായി 410 വീടാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യ സോണിലെ 100 വീടിൻ്റെ നിലം ഒരുക്കി കഴിഞ്ഞു. ഇതിൽ 51 എണ്ണത്തിന് അടിത്തറ ഒരുക്കാൻ കുഴിയെടുത്ത് മണ്ണ് പരിശോധന അടക്കം നടത്തി കഴിഞ്ഞു. 25 വീടിന് അടിത്തറയായി കഴിഞ്ഞു. 16 വീടിന്
പില്ലറും ഉയർന്നു കഴിഞ്ഞു. എന്തായാലും ഏറ്റവും മനോഹരമായ ഭൂമിയിൽ, ഏറ്റവും നല്ല ഭൂമിയിൽ ആണ് ഇത്തരത്തിൽ വീട് സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിനെതിരെയാണ് അന്ന് ദുരന്തമുണ്ടായ സമയം മുതൽ ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു തരത്തിലും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നഷ്ടപ്പെട്ട ജീവനുകളല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക്, ജീവനുകൾ തിരിച്ചു നൽകാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയാതെ ഇരിക്കുകയുള്ളൂ, മറ്റെല്ലാം നിങ്ങൾക്ക് സാധാരണ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും, കൈപിടിച്ചുയർത്തും എന്ന് പറഞ്ഞ സർക്കാരിനെ കുറിച്ചാണ് ഇത്തരം മറ്റ് വാദഗതികൾ ഉന്നയിക്കുന്നതും തെറ്റായ രീതിയിൽ വാദഗതികൾ ഉന്നയിക്കുന്നതും. അവരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പിന്നീട് ദിവസങ്ങൾക്കധികം വാടക വീടുകളിലേക്ക് അവരെ മാറ്റി, ഓരോ കുടുംബത്തെയും ഓരോ വാടക വീടുകളിലേക്ക് മാറ്റി അവർക്ക് വേണ്ട വാടക പോലും നൽകിക്കൊണ്ട് പിന്നീട് പെട്ടെന്ന് തന്നെ ടൗൺഷിപ്പ് പൂർത്തിയാക്കി. ടൗൺഷിപ്പ് പൂർത്തിയാക്കാനുള്ള കാരണം ഞങ്ങൾ ഒരു കുടുംബമായി എല്ലാ നാട്ടുകാരും ഒരു സ്ഥലത്ത് ജീവിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അത്തരമൊരു മാതൃകാ ടൗൺഷിപ്പിനുള്ള നിർമ്മാണം സർക്കാർ ആരംഭിച്ചത്. അങ്ങനെ ജനങ്ങളെ കണ്ടറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ച സർക്കാരിനെതിരെയാണ് UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസും ലീഗും അടങ്ങുന്ന നേതൃത്വം ഇത്തരത്തിൽ കുറ്റങ്ങളുമായി, വിചാരണകളുമായി മുന്നോട്ട് വന്നത്. എന്നാൽ തങ്ങൾ ദുരന്തബാധിതർക്കായി പിരിച്ച ഫണ്ട് തന്നെ സ്വന്തം പോക്കറ്റിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് UDF നേതൃത്വം അടങ്ങുന്ന അല്ലെങ്കിൽ കോൺഗ്രസും ലീഗ് നേതൃത്വവും അടങ്ങുന്ന ആളുകൾ മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്.